വൈക്കത്തഷ്ടമിയുടെ അവസാന ദിവസത്തെ ഒരു വികാരനിർഭരമായ രംഗമാണ് വിടപറച്ചിൽ എന്നുള്ളത്. ശൂരപത്മാസുരനെയും താരകാസുരനെയും നിഗ്രഹിച്ചതിനു ശേഷം എത്തുന്ന മകനെ വാദ്യാഘോഷങ്ങളോടും അലങ്കാരങ്ങളോടും കൂടി എതിരേൽക്കുന്നു. കൂടാതെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരെയും സ്വീകരിക്കുന്നു. തുടർന്ന് വലിയ കാണിക്ക ആരംഭിക്കുന്നു. കറുകയിൽ വലിയ കൈമളുടെ കാണിക്കയാണ് ആദ്യം നടക്കുന്നത്. തുടർന്ന് മറ്റാളുകളും കാണിക്കയിടുന്നു. പിന്നീട് ഉദയനാപുരത്തപ്പൻ്റെ വേദനാജനകമായ വിടവാങ്ങൽ ചടങ്ങ് നടക്കുന്നു. അകമ്പടിയായ ആ സമയത്ത് വാദ്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ശോകമുഖമായിരിക്കും ആ സംഗീതം. ആ സംഗീതം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ തോന്നും കേട്ടോ. ഉദയനാപുരത്തപ്പൻ യാത്ര പറയുന്ന ചടങ്ങിനെയാണ് വിടപറിച്ചിൽ എന്ന് പറയുന്നത്. അഷ്ടമി വിളക്കിൻ്റെ അവസാനം ശിവപെരുമാൾ ശ്രീകോവിലേക്കും മകൻ ഉദയനാപുരത്തേക്കും എഴുന്നള്ളുന്നു. ജഗദീശ്വരനായിരുന്നിട്ട് പോലും പുത്രനായ സുബ്രഹ്മണ്യനെ പറ്റിയോർത്ത് ദുഃഖിതനായാണ് ശിവന്റെ മടക്കം. ഈ രംഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും. കാരണം ആ തിടമ്പേറ്റ് നിൽക്കുന്ന ആനകളുടെ കണ്ണിലൂടെ വരെ കണ്ണുനീര് വരും. അപ്പോൾ പറയണ്ടല്ലോ, അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം കണ്ണീരണിഞ്ഞ് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. എല്ലാവരുടെയും കണ്ണിലൂടെ കണ്ണുനീര് വരുന്നത് നമുക്ക് കാണാം. അത്രയ്ക്ക് ഭക്തി നിർഭരമായ ഒരു രംഗം തന്നെയാണിത്. വൈക്കത്തു നിന്ന് 3 കിലോമീറ്റർ മാറി ഉദയനാപുരം എന്ന സ്ഥലത്താണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യപ്രകാരം കോട്ടയത്തിനടുത്തുള്ള കുമാരനെല്ലൂരിൽ കുടികൊള്ളേണ്ടിയിരുന്ന സുബ്രഹ്മണ്യനും ഉദയനാപുരത്ത് കുടികൊള്ളേണ്ടിയിരുന്ന ഭഗവതിയും പരസ്പരം സ്ഥലം മാറിപ്പോയതാണ് എന്നാണ്. ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമി വൈക്കത്തപ്പൻ്റെ മകനാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇരുഭാഗത്തുമുള്ള ഗോപുരങ്ങൾ, ആനക്കൊട്ടിൽ, ശീവേലിപ്പുര, കൊടിമരം, ചതുരാകൃതിയിൽ 2 നിലയിൽ തീർത്ത ശ്രീകോവിൽ എന്നിവ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി കൂട്ടുന്നു. ഈ ഒരു വികാര നിർഭരമായ രംഗം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തടിച്ചുകൂടിയാണ് നിൽക്കുന്നത്. ഇത് പുലർച്ചെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. എന്നിട്ട് പോലും ആ ക്ഷേത്ര നഗരി മുഴുവൻ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആ മാളികയുടെ മുകളിലെല്ലാം നോക്കിയാണെങ്കിൽ കാണാം നിറച്ചു ആളുകൾ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു രംഗം എല്ലാവരുടെയും മനസ്സിൽ അടുത്തൊരഷ്ടമി വരെ ക്ഷേത്രമുറ്റം ആളുമാരവും ഒഴിഞ്ഞ് അടുത്തൊരു അഷ്ടമിക്കായി കാത്തിരിക്കുന്നു.